നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീതിയും നിയമവും അനുസരിച്ചുള്ള വിചാരണ. അധികം താമസിയാതെ സ്വാമി പ്രതിക്കൂട്ടിൽ നിന്ന് വിയർക്കുന്നത് കാണാം. എന്തായിരുന്നു പുതിയ ഗൂഢാലോചന? മകളെയും മരുമകനെയും വഴിക്ക് വെച്ച് തീർക്കാനുള്ള കൊട്ടേഷൻ വല്ലതുമാണോ? നീ വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ വിളിച്ച് പറയരുത്. നിങ്ങൾ എന്തൊക്കെ ചിന്തിക്കും എന്നെനിക്ക് നന്നായിട്ടറിയാം. ഞങ്ങൾ ജീവിതം തുടങ്ങിയ ദിവസം തന്നെ എന്നെയും ഡെന്നിച്ചായനെയും വഴിക്ക് വെച്ച് തീർക്കാൻ പദ്ധതിയിട്ട ആളല്ലേ നിങ്ങള്? വിഷം നിറച്ച സിറിഞ്ചുമായി കാത്തിരുന്ന ആൾ. നിനക്ക് ഭ്രാന്ത. നീ എന്താ രാവിലത്തെ ഗുളിക കഴിക്കാൻ മറന്നോ? എങ്കിൽ പോയി എടുത്ത് കഴിക്ക. സ്വാമി പോകാൻ നോക്ക്. ഇവളിങ്ങനെ സങ്കല്പിച്ചു കൂട്ടി ഓരോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതേ ഒരുതരം മാനസിക രോഗമാണ്. ഇതിനാണെങ്കിൽ ഒരു ചികിത്സ ഇല്ലതാനും. മായക്കാഴ്ചകൾ കാണുക, അത് സത്യമാണെന്ന് വിശ്വസിക്കുക, മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുക, എന്നിട്ടിങ്ങനെ പരസ്പര വിരുദ്ധമായിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. സത്യം വിളിച്ചു പറയുന്നവരെ ഭ്രാന്തരാക്കുന്ന ഏർപ്പാട് പണ്ട് മുതലേ പലരും പരീക്ഷിച്ച് വിജയിച്ചതാ. പക്ഷേ ഇന്നെനിക്ക് ഒരു കാര്യം ഉറപ്പാ, നിങ്ങൾ എന്തോ ഒരു കൈവിട്ട കളി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ചലനങ്ങളും കൃഷ്ണമണിയുടെ പെടപ്പും കാണുമ്പോ എനിക്കറിയാം. സാറാ, ഞാൻ പോയേക്ക്. നീ വെറുതെ ഭ്രാന്ത് പറഞ്ഞുകൊണ്ട് നിൽക്കാതെ എങ്ങോട്ടാന്ന് വെച്ചാ പോകാൻ നോക്ക്. എന്റെ മകളും മരുമകനും ഒരു പോറില് പോലും ഏൽക്കാതെ പോയതുപോലെ തിരിച്ചു വരും. കണ്ടറിയാം തിരിച്ചുവരവ് എങ്ങനെയായിരിക്കുമെന്ന്.